ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പെർഗമോസിലെ സഭയോട് കർത്താവ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്. നമുക്കതിൻ്റെ 2-ാം അധ്യായം 12-17 വരെയുള്ള ഭാഗമൊന്ന് വായിക്കാം. ആദ്യം വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടം എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊന്ന് കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും അവിടെ ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. വളരെ ഗഹനമായ കാര്യങ്ങളാണ് കർത്താവ് പെർഗമോസിലെ സഭയുടെ ദൂതനോട് അരുളി ചെയ്യുന്നത്. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ നമ്മുടെ കർത്താവാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടം എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ സാത്താനെക്കുറിച്ച് നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. സാത്താൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഒരു ആത്മീയ മണ്ഡലം അപ്പോസ്തലന്മാരുടെ കാലശേഷം നിലവിൽ വന്നിട്ടുണ്ട്. അത് സത്യത്തിൻ്റെ മണ്ഡലമല്ല, ദുരുപദേശങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ഒരു മണ്ഡലമാണ്. അവിടെയാണ് സത്യസഭ പാർക്കുന്നത്. അതുകൊണ്ടാണ് സാത്താൻ്റെ സിംഹാസനമുള്ളയിടം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർ ഉപദേശിച്ച സത്യത്തിന് വിരോധമായി ഫോഷ്കുള്ള ഉപദേശങ്ങളും ആചാരങ്ങളും ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങൾ, ക്രിസ്തുവിനെ വിട്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള ഉപദേശങ്ങൾ ഉള്ളവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് എല്ലാം സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളാൽ നയിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, അതായത് ക്രിസ്തുയേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും സത്യമായ ഉപദേശങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന സഭാ അംഗങ്ങൾ, അവർ ക്രിസ്തുവിൻ്റെ വിലയേറിയ സത്യങ്ങൾക്ക് സാക്ഷികളായി നിലകൊള്ളുകയാണ്. എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും ദൈവത്തിൻ്റെ ഒരു ക്രിസ്തുവിൻ്റെ ഒരു വിശ്വസ്ത ഭക്തനായിരുന്നു അന്തിപ്പാസ്. അന്തിപ്പാസ് രക്തസാക്ഷിയായി തീർന്നപ്പോൾ പലരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാവുന്ന അവസ്ഥയിലുള്ള അനുഭവം അങ്ങനെ ഉണ്ടായപ്പോഴും
നീ എങ്കലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു, അത് നിഷേധിച്ചില്ല എന്നുള്ളതാണ്. സത്യവിശ്വാസികളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉപദേശങ്ങൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ നേരത്തെ തന്നെ സഭയിൽപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ചിലരെ കൊല്ലുവാൻ പോകുന്നു, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് യാഗം കഴിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വിഭാഗങ്ങളുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിന് ശേഷം പിതാവായ ദൈവത്തിൻ്റെയും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും സത്യത്തെ നിഷേധിക്കുന്ന സഭകൾ ഉരുത്തിരിഞ്ഞു വന്നു. അതെല്ലാം പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സഭകളായിരുന്നു. അവർ അപ്പോസ്തലന്മാർക്കെന്നും ശത്രുക്കളായിരുന്നു. അവരെ വാളിനാൽ കൊന്നു, അവരെ മറ്റു രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഒരു ചെറിയ പെശക് സത്യസഭയിലുള്ള ചില ആളുകൾക്കും സംഭവിച്ചെന്ന് കർത്താവ് പറയാം. അതവരെ ഓർപ്പിക്കുകയാണ്. അവരത് വിട്ട് മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഓർപ്പിക്കുന്നത്. അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ നിനക്ക് അവിടെ ഉണ്ട്. ഈ ചരിത്രഭാഗം നമ്മൾ അറിയണമെങ്കിൽ ഇസ്രായേലിൻ്റെ പുറപ്പാടിനോട് ബന്ധപ്പെട്ട് ഇസ്രായേൽ മോവാബ് മരുഭൂമിയിൽ അതിൻ്റെ അതിരിൽ പാളയമിറങ്ങിയിരുന്ന സമയത്ത് മോവാബ് രാജാവായ ബാലാക്ക് ഇസ്രായേലിങ്ങനെ മരുഭൂമിയിൽ വെട്ടുക്കിളികളെ പോലെ പരന്നങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അമോരി രാജാവായ സീഹോനെ അവർ യുദ്ധം ചെയ്ത് അമോര്യരെ രാജ്യം പിടിച്ചെടുത്തു. ആ രാജാവിനെ കൊന്നുകളഞ്ഞു. അതിൻ്റെ ശേഷമാണ് മോവാബ് സമഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഇനി എൻ്റെ രാജ്യമായിരിക്കും അവർ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ബാലാക്കൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചു. ബാശാനിൽ നിന്നും മോവാബിൽ നിന്നും ശ്രേഷ്ഠരായ ചില ആളുകളെ ബിലെയാമിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു. ബിലെയാം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന. ബിലെയാമിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സമ്മാനങ്ങളൊക്കെ ആയിട്ട് ആളുകളെ അയച്ചു. അവിടെ ചെന്ന് ബിലെയാമിനോട് പറഞ്ഞു, ഈ ഇസ്രായേലിനെ ഒന്ന് ശപിക്കണം, അതിന് നീ ബാലാക്കിൻ്റെ കൂടെ വന്ന് ഒന്ന് സഹകരിക്കണം. നിനക്ക് വേണ്ടതായ എല്ലാ സമ്മാനങ്ങളും ദക്ഷിണകളൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ബിലെയാമിന് ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കൈമടക്ക് കിട്ടിയാൽ നല്ലതല്ലേ. നിസ്സാരനായ ആളല്ല വിളിച്ചിരിക്കുന്നത്, മോവാബ് രാജാവാണ്. ഇസ്രായേലിനെ ഒന്ന് ശപിച്ചാൽ ന്യായമായ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ യഹോവയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രവാചകനല്ലേ. അപ്പോൾ ബിലെയാം യഹോവയോട് ചോദിച്ചപ്പോൾ
നീ പോകരുത്, ഇസ്രായേലിനെ ശപിക്കുകയുമരുത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ യഹോവയുടെ കൽപ്പന ഈ വന്നവരോട് പറഞ്ഞു വിട്ടു. അപ്പോൾ മോവാബ് രാജാവ് അതിലും ശ്രേഷ്ഠരായ കുറേ ആളുകളെ വീണ്ടും അയച്ചു. അപ്പോൾ യഹോവയോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം നീ പോകാൻ പറഞ്ഞു. നീ പോയിട്ട് ഞാൻ പറയുന്നതേ നീ ഇസ്രായേലിനെ കുറിച്ച് പറയാവുള്ളൂ. ബിലെയാം ഒരു കഴുതപ്പുറത്താവാണ്. പോകുന്ന വഴിയിൽ 2-3 തവണ യഹോവയുടെ ദൂതൻ ഈ കഴുതയെ വഴിയിൽ തടഞ്ഞു. അങ്ങനെ തടഞ്ഞ് ഇത് യഹോവയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പ്രവാചകന് മനസ്സിലായി. അപ്പോൾ അവസാനം നീ പോയിട്ട് ഞാൻ പറയുന്ന കാര്യം നീ സംസാരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഇസ്രായേലിനെ ശപിക്കുന്നതിന് പകരം 3 തവണ ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയാണ് ബിലെയാം ചെയ്യുന്നത്. യഹോവയുടെ വചനം ബിലെയാമിൻ്റെ നാവിൽ കൊടുത്തിരിക്കുന്ന അങ്ങനെയാണ്. ശാപത്തിൻ്റെ വാക്കുകൾ വരുന്നില്ല. അപ്പോഴത്തേക്കും ബാലാക്ക് കോപിച്ചു. നീ ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയും വേണ്ട, ശപിക്കുകയും വേണ്ട, നീ നിൻ്റെ വഴി പൊക്കോളാൻ പറഞ്ഞു. അപ്പം രണ്ടുപേരും ഒരുമിച്ചാണ് പിരിയണേ. ഒരുമിച്ച് പിരിഞ്ഞു. പിന്നീടുള്ള സംഭവം സംഖ്യാപുസ്തകം 25 ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ഇനി എങ്ങനെ ഒന്ന് നശിപ്പിക്കാമെന്നുള്ള ഒരു ആലോചന ബിലെയാം വളരെ രഹസ്യമായിട്ട് ബാലാക്കിന് കൊടുക്കുന്നു, ഇവർ പിരിയുന്നതിന് മുമ്പ്. അത് ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടുള്ളൂ. ആ കാര്യം സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 25 ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ. സംഖ്യ. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാർക്കു ബലികൾക്കു വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട് ജനത്തിന്റെ തലവന്മാരൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളയണമെന്ന് കൽപ്പിച്ചു. അത് മതി. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായിട്ട് ഇസ്രായേൽ പരസംഗം ചെയ്തു. ഇസ്രായേലിന് ഒരു പ്രത്യേക നിയമം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യേകമായി ചില കാര്യങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവർ അന്യ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അതുപോലെ അന്യ പുരുഷന്മാർക്ക് ഇസ്രായേലിൻ്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് കർശന നിയമമാണ്. ഇസ്രായേല്യരുടെ സ്ത്രീകളെ ഇസ്രായേല്യർ തന്നെ വിവാഹം കഴിച്ചോളണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മരുഭൂമിയിൽ പാർക്കുമ്പോൾ ഈ മോവാബ്യ സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധം ഇസ്രായേൽ തുടങ്ങി. ഈ കാര്യം, ഈ ആലോചന എങ്ങനെ ഉണ്ടായതെന്നാണ് ഇവിടെ വെളിപ്പാടിൽ പറയുന്നത്. ഏതാ? ദുർനടപ്പാചരിപ്പാനും
അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ പെർഗമോസിൽ ഉണ്ട്, ആ സഭയിലുണ്ട്. അപ്പൊ ഈ സഭയിൽ സത്യവിശ്വാസവും അസത്യങ്ങളുടെ വിശ്വാസവും ഉൾക്കൊള്ളുന്ന ആളുകളുടെ ഒരു സമൂഹമാണിതിൽ. അപ്പൊ ബിലയാം എന്താണ് ഈ ഉപദേശം ബാലാക്കിന് പറഞ്ഞു കൊടുത്തത് എന്നുള്ള, ഇസ്രായേൽ യഹോവയ്ക്ക് വിരോധമായി പാപം ചെയ്യുമ്പോൾ അവർക്ക് ശിക്ഷ ഉണ്ടാകുമെന്ന് ബിലയാമിനറിയാം. അങ്ങനെ ഇസ്രായേൽ മരുഭൂമിയിൽ നശിച്ചു പോക്കോളും. അപ്പോ മോവാബ് രാജാവിന് പേടിക്കണ്ട, ഉണ്ടോ? ഇതൊരു ബിലയാമിൻ്റെ ഒരു സൂത്രവിദ്യ. ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം ബിലയാം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് അവർ പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. മോവാബ്യരുടെ ദൈവങ്ങളെ ഇസ്രായേൽ ആചരിച്ചു. ഉണ്ടോ? എത്ര അത്ഭുതമായിരിക്കുന്നു നോക്കി. മിസ്രയീമിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും യഹോവയുടെ വീര്യപ്രവൃത്തികളും കണ്ട് പോന്ന ജനം ഏറെ വർഷങ്ങളായിട്ടില്ല മരുഭൂമിയിൽ പാറകളെ പിളർന്നും മരുഭൂമിയിൽ കാടയിറച്ചി, മന്ന, അവർക്ക് കുടിപ്പാനുള്ള വെള്ളം ഇതെല്ലാം കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ച് വഴി നടത്തി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ഇപ്പോൾ വെളിച്ചവും ചൂട് തട്ടാതിരിക്കാൻ മേഘസ്തംഭം, അങ്ങനെ ഇസ്രായേലിന് വേണ്ടുന്ന എല്ലാ ജീവിത ഉപാധികളും ആ മരുഭൂമിയിൽ ഒരുക്കിക്കൊടുത്ത യഹോവയെ വിട്ട് അവർ ബാൽപെയോരിനോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. ദൈവത്തിൻ്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി. എന്നിട്ടോ ആ ബാധയാൽ 24,000 പേർ അന്ന് മരുഭൂമിയിൽ മരിച്ചു വീണു. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ. അപ്പോൾ എങ്ങനെയാ കോപം ശമിച്ചെന്നറിയാവോ? ഒരു ഇസ്രായേലിയൻ ഒരു മോവാബ്യ സ്ത്രീയെ പിടിച്ചുകൊണ്ട് ഇസ്രായേൽ പാളയത്തിലേക്ക് വന്നു. മോവാബ്യ സ്ത്രീയെ പരസ്യമായി പിടിച്ചു. അപ്പോൾ ഫിനെഹാസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു ഭക്തൻ അവരെ കൊന്നുകളഞ്ഞു. അത് യഹോവയ്ക്ക് ഇഷ്ടമായി. യഹോവയുടെ വചനത്തെ നിഷേധിച്ചവർക്ക് അവിടെ വെച്ച് തന്നെ ശിക്ഷ കൊടുത്തു. അപ്പം ആ ബാധയിൽ 24,000 പേര് അവിടെ മരിച്ചു വീണു. ഇവിടെ കർത്താവ് ആ കാര്യം ഓർപ്പിക്കുകയാണ്. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിച്ചോളണം. നീ സത്യം വിട്ട് ഈ ദുരുപദേശങ്ങളിലേക്ക് തിരിഞ്ഞു പോകരുത്. അത് നാശത്തിന് ഇടയായിത്തീരും. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. നിക്കോലാവ്യര് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾക്ക് വിപരീതമായ വ്യാജ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, അവരെയും സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. ആകയാൽ മാനസാന്തരപ്പെടുക. വീണ്ടും ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. കർത്താവും ശിഷ്യന്മാരും ഉപദേശിച്ച സത്യങ്ങൾ എന്തെല്ലാമാണ്?
ദൈവവചനത്തിന് വിരോധമായി പ്രചരിപ്പിക്കുന്ന ഭോഷ്കെന്താണ്? എന്തെല്ലാം ആചാര അനുഷ്ഠാനങ്ങളാണ് മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത്? അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ഇതെല്ലാം ഉള്ളവർ മാനസാന്തരപ്പെട്ടു കൊള്ളണം, അതെല്ലാം വിട്ടു തിരിഞ്ഞു കൊള്ളണം. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവ് നേരിട്ട് വന്ന് അവരോട് പോരാടുമെന്ന് പറയാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇവിടെ ഈ മന്നായുടെ കാര്യം നമ്മൾ പറയുമ്പോൾ മരുഭൂമിയിൽ ഇസ്രായേലിന് ദൈവം മന്ന വർഷിപ്പിച്ചു കൊടുത്തു. ഇസ്രായേലിന് ഭക്ഷിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ മന്ന അവർ പെറുക്കിയെടുത്ത് കുരലിൽ പൊടിച്ച് അല്ലെ തിരികല്ലിൽ പൊടിച്ച് അപ്പമുണ്ടാക്കി. ആ മന്ന യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ന, അപ്പം ഞാനാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്നാണ്. അപ്പൊ ഇവിടെ എന്താ ഈ മന്ന മറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ കാരണം എന്താ? അതായത് യേശുക്രിസ്തു സ്വർഗാരോഹണ ശേഷം യേശുക്രിസ്തു അദൃശ്യനായി തീർന്നു എന്നുള്ള ആ മന്ന മറഞ്ഞിരിക്കുക. ആർക്ക്? മനുഷ്യർക്ക് മറഞ്ഞിരിക്കുക. ആ മറഞ്ഞിരിക്കുന്ന മന്ന ജയിക്കുന്നവന് കൊടുക്കും. അപ്പം ജയിക്കുന്നവന് ആ മന്ന കാണാൻ പറ്റും അല്ലേ? മന്ന കൊടുക്കുമ്പോൾ കാണാൻ പറ്റിയല്ലേ? ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. എപ്പോഴാണ്? അത് സഭയുടെ പുനരുത്ഥാനത്തിൽ അവർ ക്രിസ്തുവിനോട് കൂടെ ചേരും. അപ്പോൾ ക്രിസ്തുവിൽ ആയിത്തീരും. അവർ ക്രിസ്തുവിൻ്റെ ശരീരമായിത്തീരും. അതാണ് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്നവിടെ പ്രയോഗിച്ചിരിക്കുന്നു. അടുത്ത വാക്യം അതാ, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അപ്പം മന്ന കൊടുക്കും, പിന്നെ വെള്ളക്കല്ല്. വെള്ളക്കല്ലെന്ന് പറഞ്ഞാൽ അവർ കളങ്കമില്ലാത്തവർ തന്നെ എന്ന് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച്. അവർ കളങ്കമില്ലാത്തവർ തന്നെ. അതാണ് വെള്ളക്കല്ല്. ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും. അപ്പോ സഭയെ സംബന്ധിച്ച് അവർ ആത്മജീവികളായി തീരുന്നു എന്നുള്ളതാണ്. അവര് മനുഷ്യർക്ക് കാണാവുന്നതല്ല, മനുഷ്യർക്ക് മറഞ്ഞിരിക്കുന്നു എന്നാണ്. അതാണ് മറ്റാരും അറിയുന്നില്ല. അത് പൊതുലോകത്തിന് സഭയിൽപ്പെട്ട ആരെയും കാണാൻ കഴിയുന്നതല്ല. അത് ലഭിക്കുന്നവനെ മാത്രമേ അറിയാവുള്ളൂ ആ അവസ്ഥയുടെ മഹത്വത്തെക്കുറിച്ച്. ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അവിടെ പിതാവിൻ്റെ നാമവും യേശുവിൻ്റെ നാമവും അവരുടെ നെറ്റിമേൽ എഴുതും. ഇങ്ങനെ നെറ്റിമേൽ
പേരെഴുതിയിരിക്കുന്ന 144,000 പേരും അവനോടുകൂടെ നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ സഭയെ സംബന്ധിച്ചുള്ള ഈ വിശദീകരണത്തിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതിൽ പ്രത്യേകമായി ഈ സഭ കരുതിയിരിക്കേണ്ട കാര്യം, ബിലയാമിൻ്റെ ഉപദേശം ഇരിക്കുന്നവരെ സൂക്ഷിക്കണം, നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരെ സൂക്ഷിക്കണം. ആദിമ സഭയിൽ 1-ാം നൂറ്റാണ്ടിന് ശേഷം അനേകം ദുരുപദേശങ്ങൾ ഉടലെടുത്തു. ക്രൈസ്തവ ചരിത്രം, ക്രിസ്തുമത ചരിത്രം അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ. അനേകം വിപ്ലവാത്മകമായ ചിന്തകളുള്ള വ്യക്തികൾ ക്രിസ്തുമതത്തിൽ തന്നെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അവരുടെ ആശയങ്ങൾ അപ്പോസ്തലന്മാരും പറഞ്ഞിരിക്കുന്ന ആശയങ്ങളോട് യോജിച്ചതായിരുന്നു. അതിനാൽ പലരെയും അന്നുള്ള സാത്താൻ്റെ മതങ്ങൾ, സാത്താൻ്റെ പള്ളിക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്, ആ മതവിഭാഗങ്ങൾ യഥാർത്ഥ സഭയെ പീഡിപ്പിച്ചു. അതുകൊണ്ട് മുമ്പോട്ടുള്ള കാലം ജീവിച്ചിരിക്കുന്ന വിശ്വാസികളും ഈ വിധത്തിലുള്ള ഉപദേശങ്ങൾ തിരിച്ചറിയണം. സത്യോപദേശത്തിന് വിപരീതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ തിരിച്ചറിയണം, അതെല്ലാം ഒഴിവാക്കണം എന്നുള്ളതാണ്. ദൈവത്തോടും യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ വിജയിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അവർ യോഗ്യരായിത്തീരുമെന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുന്നു.